ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ട്രാവൽ വ്ളോഗാണ്. കുറച്ചും കൂടി നല്ല ശാന്തി സമാധാനപരമായിട്ടുള്ള ഒരു ട്രാവൽ വ്ളോഗ് ആയിരിക്കും ഇത്. കാരണം ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. ബൈ ദ വേ, ഞാനിതാ ഷിപ്പ് കയറാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടി ആധികാരികമായിട്ട് ഇന്ന് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് രണ്ടു തരം യാത്രാ അനുഭവങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, സമുദ്രസഞ്ചാരമായ ഷിപ്പ് യാത്ര. മറ്റേത് ഭൂമിയുടെ ഹൃദയത്തിൽ നിന്നുള്ള റോഡ് യാത്ര. റോഡിലൂടെയുള്ള യാത്ര ചെയ്യുമ്പോൾ ഓരോ കിലോമീറ്ററും പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും നൽകുന്ന കാഴ്ചയാകുന്നു. വില്ലേജുകളും നഗരങ്ങളും മലകളും വനങ്ങളും ഓരോ തിരിവിലും ഒന്നാമത്തേത് പുതിയതായിരിക്കും. തടിവാരിയുള്ള ചായക്കടയിൽ നിന്നുള്ള ചായയും വഴിയരികിലെ തട്ടുകട ഫുഡും അത് ഷിപ്പിൽ കിട്ടാനാവില്ല. ശരിയാണോ? അതെ, ശരിയാണ്. റോഡ് യാത്രയുടെ അതിമനോഹരമായ അതിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റി ആണെന്ന് പറയാം. പലപ്പോഴും പ്ലാൻ ഇട്ടേക്കാത്ത കഥകൾ വഴിയിലേക്കെത്തും. ഇനി നമുക്ക് ഷിപ്പ് യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നീണ്ട സമുദ്രം, ദിശയില്ലാത്ത നീളങ്ങൾ, കാറ്റിന്റെ കുളിരും തരംഗങ്ങളുടെ നാദവും. ഷിപ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ലിറ്ററലി ഒരിക്കൽ ഭൂമിയിൽ നിന്നും എടുത്തു പോയ പോലെ തോന്നും. സൂര്യോദയവും സൂര്യാസ്തമയവും ഷിപ്പിൽ നിന്ന് കാണുന്നത് അതൊരു കാഴ്ചയേ അല്ല, ഒരു അനുഭവമാണ്. അവിടെയില്ല ട്രാഫിക്, ഇല്ല ശബ്ദമാക്രമണം, പകരം സമാധാനം, സൗന്ദര്യം, ഒപ്പം കടലിന്റെ ഒരു പ്രത്യേക മര്യാദ. ഓക്കെ, ഞാൻ ഒരുപാട് എൻ്റെ വിഷയത്തിൽ നിന്നും ഞാൻ തെന്നി മാറാതെ ബാക്ക് ടു വ്ലോഗിലേക്ക് വരാം. ഇവിടുത്തെ ബോർഡിംഗ് ടൈം വന്നിട്ട് 9 to 11 മണിയായിരുന്നു. ഞാൻ ഏറെക്കുറെ എത്തുമ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ എല്ലാ ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഷിപ്പ് കയറാൻ വേണ്ടിയിട്ട് ബസ്സിലെത്തിയിട്ടുണ്ട്. ഈയൊരു കാഴ്ച ചിലപ്പോൾ എനിക്ക് വലിയ പുതുമ നൽകുന്നതല്ലായിരിക്കും. എങ്കിലും എൻ്റെ ഷിപ്പ് കയറാത്ത, ലക്ഷദ്വീപ് കാണാത്ത കുറേ ഫ്രണ്ട്സിന് ഇതെന്തായാലും നല്ലൊരു അനുഭവമായിരിക്കും നൽകുക. സോ വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക. അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ ലഗേജിന്റെ കാരണം കൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കലുണ്ട്, ഷിപ്പ് എങ്ങനെയാണ്, ഷിപ്പിന്റെ ഉള്ളിൽ എങ്ങനെയാണ്, അവിടുത്തെ ഫെസിലിറ്റി എങ്ങനെയാണ്, ഇരിക്കുന്ന സീറ്റാണോ, കിടക്കാൻ സ്ഥലമുണ്ടോ, അങ്ങനെ കുറേ സംശയങ്ങൾ ചോദിക്കുന്ന ഒരുപാട് നല്ലവരെ ഫ്രണ്ട്സ് എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ടോയ്ലറ്റും വിട്ടിട്ടില്ല. ആദ്യത്തെ ബാച്ചിൽ തന്നെ ഞാൻ ഷിപ്പിൽ കയറി ഇരുന്നത് കൊണ്ട് ഞാൻ നല്ല പോസ്റ്റായിരുന്നു. അങ്ങനെ ഞാനൊരു ഉറക്കവും കൂടി പാസ്സാക്കി. ഏകദേശം ഇപ്പോൾ ഒരു 3-3:30 ആയിട്ടുണ്ട്. അവിടെ ബെഡിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മോളിൽ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസും ക്യാപ്ചർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് മോളിൽ വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അങ്ങനെ ഗൈസ്, നീണ്ട നിർത്തലിനിടെ ശേഷം നമ്മളിതാ തിരിക്കുകയാണ്. നമ്മൾ എറണാകുളം, കൊച്ചിന്ന് ടാറ്റ പറയാനുള്ള നേരമാണിത്. ഓ ഗൈസ്, എനിക്ക് കുറച്ച് നേരത്തെ കൺക്ലൂഷൻ ഞാനിതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
അവസാനമായി പറയേണ്ടിയിരുന്നത് ഷിപ്പ് യാത്രയും റോഡ് യാത്രയും തമ്മിൽ ഒന്ന് നല്ലതോ മറ്റേത് നല്ലതോ നിർണ്ണയിക്കാൻ പറ്റില്ല. ഇത് അതിജീവിക്കേണ്ട അനുഭവങ്ങളാണ്. ഓരോ യാത്രകൾക്കും അതിൻ്റെ മനോഹാരിതയും പഠിപ്പിക്കുന്നതും വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് ഏത് യാത്രയാണ് കൂടുതൽ ഇഷ്ടം? ഷിപ്പ് യാത്ര ചെയ്യാത്തവർക്കായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കൂ, നല്ല രസമുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് ഏത് ടൈപ്പ് യാത്രകളാണ് ഇഷ്ടമുള്ളതെന്ന് കമൻറ്റിൽ പറയാൻ നിങ്ങൾ മറക്കരുതേ. അങ്ങനെ ഞാൻ പിന്നെയും ഒരു ഉറക്കിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് ഞാൻ ചുമ്മാ ഒന്ന് പുറത്ത് വന്നിരുന്നതാണ്. കാരണം നമ്മൾ പകൽ സമയത്തെ കാഴ്ചകൾ മാത്രം കണ്ടാൽ പോരല്ലോ, രാത്രി വൈബും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണം. കപ്പലിൻ്റെ മുകളിലുള്ള രാത്രി കാലങ്ങളിൽ നമ്മളെ ഒരുപാട് മനോഹരമാക്കുന്നത് തിരകളുടേതും പിന്നെ അതുപോലെ തന്നെ ആകാശങ്ങളുടേതുമാണ്. കാരണം ആ ഒരു ടൈമിൽ കാണുന്ന സ്റ്റാർസിൻ്റെ തിളക്കങ്ങളൊക്കെ വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് നമുക്ക് നൽകുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെയായി അടിപൊളിയായിട്ട് റീച്ചായിട്ടുണ്ട്. അങ്ങനെ ഒരു അടിപൊളി സുപ്രഭാതത്തോടു കൂടി ഞാനിതാ കവരത്തി ദ്വീപിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും. അപ്പോൾ ശരി, ബൈ ഗായ്സ്.